ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നല്ല സുഖമായിട്ട് ഇവിടെ ഉറങ്ങി എണീറ്റു. ജലദോഷം പിടിച്ചോന്നൊരു സംശയം. എന്തായാലും പോയി പല്ലേച്ചിട്ട് വരാം. നമുക്ക് കഴിക്കാനുള്ളത് ചപ്പാത്തിയും മീൻകറിയും ചായയും. അയ്യോ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇത്ര നേരം വെറുതെ ഇരുന്നത് കൊണ്ട് കുറച്ചിന് മീറ്റ് റെസ്റ്റ് എടുക്കട്ടെ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാ, കണ്ട കരിഞ്ഞു പോകാൻ വേണ്ടി എന്തോ അടിച്ചു തോന്നുന്നു. എല്ലാം ഉണങ്ങി കിടക്കണം. ഇവിടെ കുറേ മറ്റേ കപ്പ, കാച്ചിൽ, ചേമ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം വേസ്റ്റായി പോവുക. പറിക്കാനും പറ്റില്ല. പറിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ സൈഡിൽ ഇങ്ങനെ കഴുത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ കർപ്പൂരകാണം കരുണാമതാരം സംസാരസാനം അങ്ങനെ ഇരിക്കേണ്ടി വരും നമ്മൾ. വേണ്ട, ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ കഴിയുന്നേ? എനിക്ക് വിശക്കണം, ഞാൻ ചോറ് കഴിക്കാൻ പോവാം. ഞാനാണെങ്കിൽ മറ്റേ പെയിൻ കില്ലർ കഴിച്ചിട്ട് ഭയങ്കര ക്ഷീണം. പെയിൻ കില്ലർ നെഞ്ചൊക്കെ എരിയാൻ തുടങ്ങി, മരിക്കാൻ വന്ന പോലെയൊക്കെ തോന്നുന്നു. അങ്ങനെ പെയിൻ കില്ലർ കഴിച്ചാലേ എനിക്ക് ചോറ് തിന്നാൻ പറ്റുള്ളൂ. പെയിൻ കില്ലർ കഴിച്ചപ്പോഴേക്കും ബാക്കി വേറെ എന്താണ്ടൊക്കെ കൂടെ വന്നിട്ടുണ്ട്. അപ്പം അത് കഴിച്ചിട്ട് ഇങ്ങനെ ആകെ മന്നിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഉറക്കം കണ്ണൊക്കെ കണ്ട തുറയുന്നില്ല, അത്ര തുറയുന്നു. ഞാൻ പോയി ചോറ് കഴിക്കട്ടെ. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. ഞങ്ങളുടെ വീട്ടിലെ ഫൈറ്റർ ചവിട്ടി തെറിക്കും. ഒരു ദിവസം ഞാന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തള്ളി വിട്ടു. മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ, മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് ധരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കയെ ക്രൂരൻ കാക്കെ കൂടവിടെ. എടുത്ത് കളയാൻ വേണ്ടി നോക്കിയപ്പോ ഒരു ഡ്രസ്സ് ഷ്രഗ് കിട്ടി. ഷ്രഗ് അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി. Hi Batman, I live in the shadows. I am Batman. സുഗാണോ is coming after school. പേടിക്കണ്ട, എല്ലാരെയും കത്തിച്ചതാ ബാക്കിൽ. ഇറക്കി വിട്ടതാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കവറൊക്കെ പുറത്തെടുക്ക. ഇല്ല, ഞങ്ങൾ ടൂർ പോയിട്ട് വന്നേ ഉള്ളൂ എന്നൊക്കെ. എന്താ പറയാനൊന്നും പറയാനില്ല. എനിക്ക് നല്ല ഉറക്കപ്പിച്ചായിരുന്നു. മൊത്തം കണ്ടത് തലയൊക്കെ കണ്ടാൽ കുളിച്ചിട്ട് പോലില്ല. ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഞാൻ വേണമെങ്കിൽ ട്യൂട്ടോറിയൽ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളിങ്ങനെ പിടിക്കുക, കത്തിയെടുത്ത് കുത്തുക. ഇതൊരു ആക്ട്രസ് ആയതുകൊണ്ട് നന്നായി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ പകുതി പണി മാറി. കണ്ട ആക്ട്രസ് തന്നെ കേട്ടോ. നമ്മൾ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ വന്നു. നമ്മൾ ചായപ്പൊടിയും പഞ്ചസാരയും വാങ്ങിക്കാൻ പോയി. ഇപ്പോഴും ഇവിടുത്തെ ചേട്ടൻ മറ്റേ പേപ്പറിൽ ചാക്കുന്നൂലൊക്കെ കെട്ടിയാ തരുന്നത്. സസ്റ്റൈനബിൾ പാക്കിംഗ് ആണ് ഗൈസ്, സസ്റ്റൈനബിൾ പാക്കിംഗ്. വി ആർ ബാക്ക്. ഇനി പോയി ചായ ഉണ്ടാക്കി കുടിക്കട്ടെ. ഇതേ പോണ ഒരാൾ മണിക്കുട്ടി ഓടുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ എവിടെ പോവാ? വെൽ കെയർ
ഹോസ്പിറ്റൽ വീണ്ടും കയറി പോവാണ്. ഇഞ്ചക്ഷൻ എടുക്കാം. തീരുമാനമില്ല, ഡോക്ടർ പറയണ അനുസരിച്ച് ചെയ്യുള്ളൂ. എന്തായാലും എടുക്കും. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. നമ്മൾ പഠിച്ച സ്കൂൾ സെയിന്റ് ഇഗ്നേഷ്യസ്. ഈ തള്ളപ്പടിക്ക് നടുവേദനയാണ്, പക്ഷെ പോണ നോക്ക് റോക്കറ്റ് പോണ പോലെ ഗോസ്ലോ. ഇതൊന്നൊരു മാറ്ററല്ല, ഞാൻ തനിയെ പൊക്കോളാന്നുള്ളത്. ഹോസ്പിറ്റൽ അവിടെയാണ്, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്ന്. കാത്തിരിക്കുകയാണ്. ഗൈസ്, ഇവിടെ ഇരുന്ന് എന്നെ ഓരോന്ന് പഠിപ്പിക്കുകയാണ് ഒരാൾ. എന്താണ് ഓങ്കോളജിസ്റ്റ്, എന്താണ് കാർഡിയോളജിസ്റ്റ്, എന്താണ് ന്യൂറോളജിസ്റ്റ് എന്നൊക്കെ ചോദിക്കാൻ. കണ്ണ് ഓസ്റ്റിയോപാത്സ് എന്താ? അറിയില്ല ഗൈസ്, ഞാനിതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരട്ടെ. ഷോപ്പിംഗ്. വണ്ടി എവിടെ എത്തിയില്ലേ? വണ്ടി കോംഫിയൊക്കെ ആയിട്ട് വന്നു. വെൽക്കേറി പോണോ? ഇറ്റ്സ് എ ഹ്യൂജ് ഷോപ്പിംഗ് ഗൈസ്. അയ്യോ, വണ്ടി ഇപ്പം മറിഞ്ഞേനെ. അയ്യോ, എന്താ വണ്ടി നീങ്ങാത്ത? വണ്ടി നീങ്ങണില്ല. ഇതാണ് നമ്മുടെ സ്കൂൾ, ഞാൻ പഠിച്ച സ്കൂൾ സെയിന്റ് ഇഗ്നേഷ്യസ് ഹയർ സെക്കൻഡറി. ഹ്യൂജ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരുവാട്. ചാക്ക് ഇനിയും ഒരു പയ്യെ വലിച്ചാൽ കൊന്നിട്ട് കൊണ്ടുപോകണം. നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോകുകയാണ്. I got yogurt. Mango yogurt. I got blueberry yogurt. She got mango yogurt. Blueberry yogurt. കൊടുക്കയിന്. അപ്പൊ ശരി ഗൈസ്, നമ്മൾ സിനിമ കാണാൻ പോവാണ്. ആൻഡ് ഓൾസോ ഇത് തിന്നണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ഇന്നത്തെ ദിവസം മൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ രാത്രി ചോറൊക്കെ കഴിച്ചിട്ടാണ്, അതൊന്നും ഞാൻ ഇനി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ശരി എന്നാ, അപ്പോൾ ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ. Bye.